എന്താണ് ഈ റിസോർട്ട് വ്യവസായം? ടൂറിസം വ്യവസായത്തിൽ ഒഴിച്ചുകൂടാത്തനാവാത്ത ഒന്നാണ് റിസോർട്ടുകൾ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനും അല്പസമയം ആഘോഷിക്കാനും ഏവരും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയൊരു ചിന്ത, പുതിയൊരു ബിസിനസ് ആശയം, എസട്ടോ റിക്രിയേഷൻ ഹബ്ബ്. ഇന്ത്യയിലെ ആദ്യത്തെ റിക്രിയേഷൻ ഹബ്ബ് എന്ന് മാത്രമല്ല, ഇതിനോട് കടപിടിക്കാൻ ഇന്ന് ഇന്ത്യയിൽ മറ്റൊന്നില്ല. ബാംഗ്ലൂർ നഗരമധ്യത്തിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തിൽ നല്ലൂർ ഹള്ളി മെട്രോ സ്റ്റേഷന് സമീപത്ത് 2023 ഡിസംബർ 5 പ്രവർത്തനം തുടങ്ങിയ റിസോർട്ട് 5 മാസത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ വിജയത്തിലേക്ക് നീങ്ങുന്നു. നൂതനമായ ബിസിനസ് ആശയങ്ങളാണ് എപ്പോഴും വിജയം വരിക്കുക. യൂറോപ്യൻ റിസോർട്ട് വ്യവസായത്തിൽ നിന്നും നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കിയതാണ് ഇവരുടെ വിജയം. ഇവിടെ കണ്ട ഏറ്റവും നല്ല പ്രത്യേകതയാണ് അവിടുത്തെ നമ്മളെ വർക്ക് സ്റ്റേഷൻ അല്ലേ? അതെ. പിന്നെ നമ്മൾ ചാപ്പല്, അതായത് ചാപ്പൽ, അതായത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം, 3 മതങ്ങളുടെ പ്രാർത്ഥനാ സെന്റർ, അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനുള്ള സെന്ററുകൾ, എല്ലാം നല്ല സൗകര്യങ്ങളാണ്. നല്ല സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. പ്രാർത്ഥനാ മുറികളൊക്കെ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. ഒന്നാമത്തേത് യാത്രാ സൗകര്യം. ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ നല്ലൂർ ഹള്ളി മെട്രോ സ്റ്റേഷന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. 3000 മുതൽ 13000 രൂപ വരെയാണ് ഇതിൻ്റെ റൂം റെൻറ്റ് വരുന്നത്. 999 രൂപയ്ക്ക് ഇവിടെ സ്ലീപ്പിംഗ് പോട്ടുകൾ ലഭ്യമാണ്. ഒരു ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന 260 സ്ലീപ്പിംഗ് പോട്ടുകൾ. എല്ലാ ആധുനിക സൗകര്യങ്ങളും അതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഹെൽത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജിം ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. പ്രഷറൈസ്ഡ് വാട്ടർ മസാജ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് സ്പെഷ്യലായി ചാർജ് ഈടാക്കുന്നതല്ല. ജലത്തിന് മുകളിലായി ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റ് ഏരിയ വളരെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു മ്യൂസിക്കൽ റെയിൻ ഡാൻസ് ആണ്, വളരെ മനോഹരമാണ്. ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂള്, നല്ല സ്പേസൊക്കെ എടുത്ത് നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിസോർട്ടിൻ്റെ ഒരു ഏരിയ മുഴുവനും ഒരു ഹാളിൽ ഒരു പൊതു ഇടവായി കണ്ട് ഒരു പാർക്ക് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു ആ രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ഡാൻസ്, സ്വിമ്മിംഗ് പൂള്, റെസ്റ്റ് ഏരിയ, അതുപോലെ സ്റ്റീം മസാജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് റിസോർട്ടും പാർക്ക് ഏരിയകളും ഒന്ന് ചേർന്നുള്ള ഒരു സംവിധാനത്തിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ യൂണിഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആ ചെരുപ്പ്, എല്ലാ സംവിധാനങ്ങളും അവർ തരുന്നുണ്ട്. അപ്പോൾ ഒരു പൊതു ഇടവും ആയിട്ടും കാണുന്നു. അതുപോലെ തന്നെ ഒരു ഹോട്ടൽ റിസോർട്ടായിട്ടും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നല്ല റൂം സർവീസാണ്. റിസോർട്ട് മേഖലയിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഇന്നോവേഷൻ നമുക്കും അനുകരിക്കാവുന്നതാണ്. ഗെയിമിംഗ് ഏരിയയിൽ സ്നൂക്കർ ഗെയിം, കമ്പ്യൂട്ടർ ഗെയിമിംഗ്, ഡാൻസ് ഏരിയ, മ്യൂസിക്കൽ സെൻറ്റർ ഇവയെല്ലാം ഒരു നിലയിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് ഏരിയ. അതെ, നല്ല കുട്ടികളെ ഒരു റിസോർട്ടിനുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും അവർക്ക് കളിക്കാനുള്ള നല്ല പാർക്കുകളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? പാർക്കിലെ സൗകര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈല്, പേഴ്സ് ഇവയൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക്കറുകളാണിത്. ഇതാണ് ഇവിടുത്തെ റൂമുകൾ. ഒരു കോറിഡോറിന് 2 വശവുമായിട്ട് റൂമുകൾ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള, ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ജോലിയോ അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യാൻ വർക്ക് ഏരിയ ഉണ്ട്. പ്രാർത്ഥിക്കാനുള്ള ചാപ്പലുകളുണ്ട്. 3 മതത്തിനുള്ളതും വേറെ വേറെ ഉണ്ട്. പിന്നെ ഡാൻസ് ചെയ്യണേ, നമുക്ക് എന്താണ് ഒരു എൻജോയ് ചെയ്യേണ്ടത് ഡാൻസ്, അതല്ല. അതെ, ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർക്കോ ഒരു അമ്യൂസ്മെന്റ് പാർക്കെന്നോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ വിളിക്കാം. വലിയവർക്ക് തന്നെയല്ല, പിള്ളേർക്കും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പുതിയ കൺസെപ്റ്റാണ്. ഒരു ഹോട്ടലിനെ ഒരു പൊതു ഇടമാക്കുക, അതിന് വലിയൊരു ഹാൾ ഉണ്ടാക്കി അതിനൊരു പൊതു ഇടമാക്കുക. അതേപോലെ തന്നെ നമുക്ക് പൊതുവായിട്ട് ഒന്നിച്ച് കിടക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഒരു സ്ലീപ്പിംഗ് ബെഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ്. TV, വൈഫൈ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം കൂടിയാണ്. വലിയ അവസരങ്ങളുടെ വാതിലാണ് നമ്മൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നത്. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ എപ്പോഴും വിജയം വരിക്കുന്നതാണ്. ഇതിൽ നിന്ന് നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ.